Welcome, my dear students, on a new lecture on Laplace transform. So, ഈ ലെക്ചറിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്താണ്, ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽസിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്താണ്, ഇവയാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെക്ഷൻ്റെ അകത്ത് ഈ രണ്ട് മെത്തേഡ്സും യൂസ് ചെയ്തുകൊണ്ട് ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന മെത്തേഡും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വിച്ച് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ ഫർദർ ലെക്ചർ. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് ഈസ് what happens if we take the Laplace transform of a derivative. So first thing is Laplace transform of derivative. So the result is, suppose the Laplace transform of the function f of t and its derivative f dash t exists, then they can be related using the following relation. The Laplace transform of the derivative f dash t is equal to s into Laplace transform of f of t minus f of 0. സോ ഈ റിസൾട്ട് പറയുന്നത് എഫ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഡാഷ് ടി അതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. എഫ് ഓഫ് ടിയുടെയും എഫ് ഡാഷ് ടിയുടെയും ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവ തമ്മിൽ താഴെ പറയുന്ന റിലേഷൻ ഉണ്ട്. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ടി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ടി മൈനസ് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് 0. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് തമ്മിലുള്ള റിലേഷൻ. നൗ വി ഹാവ് ടു പ്രൂവ് ദിസ്. ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. നമുക്കറിയാം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എൽ ഓഫ് എഫ് ഡാഷ് ടി ഈസ് ഈക്വൽ ടു integral 0 to infinity e raised to minus st into f of t ക്ക് പകരം f dash t dt നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യുന്നു. ഫസ്റ്റ് ഫംഗ്ഷനെ e raised to minus st എന്നും സെക്കൻഡ് ഫംഗ്ഷനെ f dash t എന്നും എടുക്കുന്നു. കീപ് ഇൻ മൈൻഡ് ദാറ്റ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഇൻ്റഗ്രൽ ഇസ് ദ ഫംഗ്ഷൻ ഇറ്റ്സെൽഫ്. സോ by parts use ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡാഷ് ടി ഡി ടി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി. ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഡെറിവേറ്റീവ് ഈസ് മൈനസ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് second function is f dash t dt. Okay, now this is e raised to minus st. ഇനിയും എഫ് ഡാഷ് ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻ്റഗ്രലിൻ്റെ ഡെറിവേറ്റീവ് ആണ്, വിച്ച് ഈസ് ദ ഫംഗ്ഷൻ ഇറ്റ് സെൽഫ് ഇൻറ്റു എഫ് ഓഫ് ടി. കാരണം ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഇൻവേഴ്സ് പ്രോസസ്സുകളാണ്. സോ ഇവിടെ മൈനസും മൈനസും പ്ലസ് ആകും. സോ പ്ലസ് നമുക്ക് എസ് വെളിയിലെടുക്കാം, കാരണം ഇൻ്റഗ്രേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് റെസ്പെക്ട് ടു ടി. ഓക്കെ, സോ എസ് ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി, where the limit is actually from 0 to infinity. So this is e raised to minus st f of t from integral 0 to infinity plus s into integral 0 to infinity e raised to minus st f of t dt. Now take a look at the second part. This second part എന്ന് പറയുന്നത് by definition is L of f of t. So ഈ second പാർട്ടിന് പകരം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് സെക്കൻഡ് പാർട്ട്. അത് ആദ്യം എഴുതുന്നു. സോ എസ് ഇൻറ്റു L of f of t. Now what about this? ഇതിന് ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. ഓക്കെ, സോ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ as t tends to infinity, st tends to infinity, minus st tends to minus infinity.
e raised to minus st tends to 0. Okay, so t tends to infinity ആകുമ്പോൾ e raised to minus st should go to 0. So upper limit കൊടുക്കുമ്പോൾ the answer is 0. 0 into something is always 0. Lower limit കൊടുക്കുമ്പോൾ so upper limit minus lower limit കൊടുക്കുമ്പോൾ t ക്ക് 0 കൊടുക്കുമ്പോൾ e raised to minus s into 0, that is e raised to 0, which is 1 into f of 0. So 1 into f of 0 is the answer. Okay, so rewrite ചെയ്യുമ്പോൾ s into L of f of t minus f of 0. So L of f dash t is equal to s into L of f of t minus f of 0. This was the result we could have got. Okay, ഇതാണ് നമുക്ക് വേണ്ട result. So now if we extend this result onto the second derivative, what happens? This result is extended onto the second derivative. So second derivative it extend ചെയ്യുമ്പോൾ, that is L of f double dash കണ്ടുപിടിക്കുമ്പോൾ L of f double dash t. എഫ് ഡബിൾ ഡാഷ് ടി എന്ന് പറയുന്നത് എഫ് ഡാഷ് ടിയുടെ ഡെറിവേറ്റീവ് ആണ്. സോ ഇവിടെ എഫ് ഓഫ് ടിക്ക് പകരം എഫ് ഡാഷ് ടിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, കാരണം എഫ് ഡാഷ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് എഫ് ഡബിൾ ഡാഷ് ടി. സോ ഹിയർ വി ഗെറ്റ് എഫ് ഡബിൾ ഡാഷ് ടി, ഹിയർ വി ഗെറ്റ് എഫ് ഡാഷ് ടി. സോ ദ ആൻസർ ബിക്കംസ്, ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഡാഷ് ടി, കാരണം എഫ് ഓഫ് ടിക്ക് പകരം എഫ് ഡാഷ് ടി എന്നാണ് കൊടുത്തത്, മൈനസ് എഫ് ഓഫ് ടിക്ക് പകരം എഫ് ഡാഷ് ടി ആണ്. സോ എഫ് ഡാഷ് ഓഫ് 0. ഇനി എൽ ഓഫ് യൂസിങ് ഇത് റിസൾട്ട് യൂസിങ് പ്രീവിയസ് തിയറം. ഓക്കെ, നൗ ഈ എൽ ഓഫ് എഫ് ഡാഷ് ടിയുടെ വാല്യൂ തൊട്ട് മുമ്പത്തെ റിസൾട്ട് വെച്ച് നമുക്കറിയാം, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഡാഷ് ടി ഈസ് എസ് ഇൻറ്റു എൽ ഓഫ് f of t minus f of 0. Minus would already f dash 0. So if we rewrite, s into s is s square L of f of t minus s into f of 0 minus f dash 0. So this is the result for L of f double dash t. Now what about L of f triple dash t? So L of f triple dash t, that is Laplace transform of third derivative. Third derivative എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ് ആണ്. സോ ഇവിടെ എഫ് ഓഫ് ടിക്ക് പകരം സെക്കൻഡ് ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ടി, എഫ് ട്രിപ്പിൾ ഡാഷ് ടി ഇവിടെ കിട്ടും. സോ യൂസിങ് ദാറ്റ് റിസൾട്ട്, ദ റിസൾട്ട് ഈസ് ആക്ച്വലി എൽ ഓഫ്, ഇവിടെ എഫ് ഓഫ് ടിക്ക് പകരം എഫ് ഡബിൾ ഡാഷ് ടി കൊടുത്തു, എൽ ഓഫ് എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ടി minus f double dash of 0. Okay, that's the result. ഇനി L of f double dash യുടെ വാല്യൂ നമുക്ക് അറിയാം. We substitute that. So s into, here substitute ചെയ്യുമ്പോൾ s square L of f of t minus sf of 0 minus f dash 0. ഇവിടെ വെളിയിൽ ഒരു f double dash 0 ഉണ്ട്. So multiply ചെയ്യുമ്പോൾ s into s is s into s square is s cube L of f of t minus s square f of 0 minus s f dash 0 minus f double dash 0. Okay, this is L of f triple dash t. Okay, now f four dash t ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം, കാരണം f of t ക്ക് പകരം f triple dash t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. Now observe the pattern. L of f double dash കൊടുത്തപ്പോൾ ഇവിടെ s സ്ക്വയർ വന്നു, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ s സ്ക്വയർ വന്നു, തേർഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ s ക്യൂബ് വന്നു, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ s raised to 1 വന്നു. ഓക്കെ, സോ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഫസ്റ്റ് ടൈം ഈസ് s സ്ക്വയർ L of f of t. Here s cube L of f of t. Now we are trying to obtain the value for L of nth derivative, fn of t. Okay, so the first observation is
സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ എസ് സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി കിട്ടി. തേർഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ എസ് ക്യൂബ് എൽ ഓഫ് എഫ് ഓഫ് ടി കിട്ടി. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ എസ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി കിട്ടി. nth ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ the answer should be similarly s raised to n into L of f of t. So the first term is over. Next, ഇവിടെ എസ് ക്യൂബ് കഴിഞ്ഞാൽ പിന്നെ എസ് സ്ക്വയർ, പിന്നെ എസ് റൈസ് ടു 1, എസ് റൈസ് ടു 0 വരെ പോകും. ഓക്കെ, ഇവിടെ എസ് സ്ക്വയർ കഴിഞ്ഞാൽ എസ് റൈസ് ടു 1, എസ് റൈസ് ടു 0 വരെ പോകും. ഇനി അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് എന്താണ്? എസ് റൈസ് ടു എസ് സ്ക്വയർ കഴിഞ്ഞാൽ എസ് റൈസ് ടു 1ൻ്റെ കൂടെ എഫ് ഓഫ് 0 വരും. എസ് റൈസ് ടു 0യുടെ കൂടെ എഫ് ഡാഷ് 0 വരും. ഹിയർ ഓൾസോ സിമിലർലി എസ് സ്ക്വയറിൻ്റെ കൂടെ എഫ് ഓഫ് 0 വരും. എസ് റൈസ് ടു 1ൻ്റെ കൂടെ എഫ് ഡാഷ് 0 വരും. എസ് റൈസ് ടു 0യുടെ കൂടെ എഫ് ഡബിൾ ഡാഷ് 0 വരും. സോ ഇത് ഇവിടെ തേർഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെയുള്ള ടേംസ് കിട്ടി. ഓക്കെ, സോ ഇവിടെ എസ് റൈസ് ടു എൻ ആണ് വരുന്നതെങ്കിൽ തൊട്ടു പിന്നാലെ എസ് റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് 0, അടുത്ത എസ് റൈസ് ടു എൻ മൈനസ് 2 ഇൻറ്റു എഫ് ഡാഷ് 0, അങ്ങനെ അപ് ടു എഫ് ഓഫ് എഫ് റൈസ് ടു എൻ മൈനസ് 1 0 വരെ പോകും. So that's the general result. So first term is s raised to n, next term is s raised to n minus 1 times f of 0, next is s raised to n minus 2 times f dash 0, next s raised to n minus 3 times f double dash 0, minus etc, minus s raised to n minus 1, sorry, last term s raised to n minus 1 അല്ല, ലാസ്റ്റ് ടേം എസ് റൈസ് ടു 0 ആണ്. ഓക്കെ, കാരണം നമ്മൾ ചെയ്ത് പോകുമ്പോൾ എസ് റൈസ് ടു 0 ആണ് വരുന്നത്. എഫ് റൈസ് ടു എൻ മൈനസ് 1 0, അങ്ങനെ നമുക്ക് കിട്ടിയത് എസ് സ്ക്വയർ എസ് റൈസ് ടു 1 എസ് റൈസ് ടു 0, അങ്ങനെ പോകുമ്പോൾ എസ് റൈസ് ടു എൻ മൈനസ് 1 എസ് റൈസ് ടു എൻ മൈനസ് 2 എക്സെട്ര എസ് റൈസ് ടു 0. So this is the general expression for the nth derivative. So this can be proposed as a theorem. Let f be a function and fn be its nth derivative, then the Laplace transform of the nth derivative L of fn t is equal to s raised to n into L of f of t minus s raised to n minus 1 into f of 0 minus s raised to n minus 2 into f dash 0 etc fn n minus 1 0. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് ഇപ്പോൾ എഴുതിയ പോലെ തന്നെയാണ്. ആദ്യം ഈ റിസൾട്ട് എഴുതി പ്രൂവ് ചെയ്യണം, അതിനുശേഷം ആ റിസൾട്ട് യൂസ് ചെയ്തിട്ട് എഫ് ലോ ഓഫ് എഫ് ഡബിൾ ഡാഷ് ടി എഫ് ട്രിബിൾ ഡാഷ് ടി കണ്ടുപിടിച്ചതിന് ശേഷം ജനറലൈസ് ചെയ്യാം. സോ ദിസ് ഈസ് ദി ഐഡിയ. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ nth ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ആൻ nth ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും അതിന്റെ nth ഡെറിവേറ്റീവ് ലാപ്ലേസ് ട്രാൻസ്ഫോമും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അത് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ദാറ്റ് റിലേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഹിയർ. Now it is quite natural to ask, why do we find such a relation? എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു റിലേഷൻ കണ്ടുപിടിക്കുന്നത് എന്ന് വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ ആൻസർ ഈസ്, ചില ഡിഫിക്കൽട്ടായ ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡയറക്റ്റ് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ല. സോ അവിടെയാണ് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് അതിൻ്റെ ഡെറിവേറ്റീവോ അതിൻ്റെ ഡെറിവേറ്റീവോ ഒക്കെ കുറച്ചുകൂടെ സിമ്പിൾ ഫങ്ഷൻസ് ആയിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് അറിയാമെങ്കിൽ അത് വെച്ച് നമുക്ക് ഒറിജിനൽ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എ യൂസ്. ഓക്കെ, മെയിൻ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡിഫിക്കൽട്ടായ ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അതിൻ്റെ ഡെറിവേറ്റീവിൽ നിന്നും അല്ലെ അതിൻ്റെ ഇൻ്റഗ്രൽസിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റും. സോ വിൽ ഡിസ്കസ് സം എക്സാമ്പിൾസ്. നമ്മൾ ചില എക്സാമ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t is equal to sine square t. Sine square tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. സോ ദ ആൻസർ ഈസ്, നമ്മൾ ഈ റിസൾട്ട് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി, എഫ് ഡാഷ് ടി ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ടിയുടെ ഡെറിവേറ്റീവ് ഈസ് 2 സൈൻ ടി കോസ് ടി, ദാറ്റ് ഈസ് സൈൻ 2t. എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് സൈൻ 2 ടൈംസ് 0 വിച്ച് ഈസ് 0. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ടി എന്ന് പറയുന്ന കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ കിട്ടി, സൈൻ 2t എന്ന് പറയുന്ന ഫംഗ്ഷൻ. സൈൻ സ്ക്വയർ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നമുക്ക് അറിയില്ല.
പക്ഷെ സൈൻ ടു ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് അറിയാം. So using this, I will find the Laplace transform of sine square t. That's the idea. Okay. So using the result, L of f dash of t is equal to s times L of f of t minus f of 0. Okay. L of f dash t എന്ന് പറയുന്നത് L of f dash t is actually sine 2t is equal to s into L of sine square t minus f of 0 is actually ഇവിടെ എഫ് ഓഫ് ടി എന്നുള്ളത് സൈൻ സ്ക്വയർ ടി ആണ്. സോ എഫ് ഓഫ് 0 എന്നുള്ളത് സൈൻ സ്ക്വയർ 0 വിച്ച് ഈസ് 0. സോ 0 എന്ന് കിട്ടും. ഓക്കെ. സോ എസ് ഇൻറ്റു എൽ ഓഫ് സൈൻ സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു എൽ ഓഫ് സൈൻ 2t. ഇനി സൈൻ 8tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. അതുപോലെ തന്നെ സൈൻ 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് ആക്ച്വലി 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ്. ഓക്കെ. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എൽ ഓഫ് സൈൻ 8t ഈസ് ആക്ച്വലി എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. ഓക്കെ. ഇവിടെ എക്ക് പകരം 2 ആണ് വന്നിരിക്കുന്നത്. സോ എൽ ഓഫ് സൈൻ സ്ക്വയർ ടി is equal to s ഇപ്പുറത്തോട്ട് കൂട്ടുമ്പോൾ the answer is 2 divided by s into s square plus 2 square is 4. ഓക്കെ. നമുക്ക് സൈൻ സ്ക്വയർ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അവർ സിമ്പിൾ ഒബ്സർവേഷൻ ദാറ്റ് സൈൻ സ്ക്വയർ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സൈൻ 2t ആണ്. ഓക്കെ. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മൾ സൈൻ സ്ക്വയർ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. സോ ദിസ് ഈസ് ദ യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് question number 2. Find L of t sine 8t. ഓക്കെ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതും ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ. സോ ആൻസർ ഈസ് ഹിയർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു t sin 8 and f of 0 is t ക്ക് 0 കൊടുക്കുമ്പോൾ 0 into sin 0 എന്ന് കിട്ടും which is 0. Now f dash of t ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സോ t ഇൻറ്റു സൈൻ 8യുടെ ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി cos 8t ഇൻറ്റു a പ്ലസ് അടുത്തത് സൈൻ 8t ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് ഈസ് 1. സോ ദ ആൻസർ ബിക്കംസ് 8t cos 8t പ്ലസ് സൈൻ 8t. നൗ എഫ് ഡാഷ് ഓഫ് 0 ടിക്ക് 0 കൊടുക്കുമ്പോൾ a ഇൻറ്റു 0 ഈസ് 0. സോ ദിസ് ടൈം ബി 0. സൈൻ 0 ഈസ് 0. So f dash of 0 is 0. Now what about f double dash of 0? f double dash of 0 എന്ന് വെച്ചാൽ 8t cos 8യുടെ പ്ലസ് സൈൻ 8യുടെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഈ പാർട്ടിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ 8t ഇൻറ്റു cos 8യുടെ ഡെറിവേറ്റീവ് ഈസ് മൈനസ് സൈൻ 8t ടൈംസ് a. ഓക്കെ. പ്ലസ് cos 8t ഇൻറ്റു 8യുടെ ഡെറിവേറ്റീവ് വിച്ച് ഈസ് ആക്ച്വലി a. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ആയി. സെക്കൻഡ് പാർട്ട് സൈൻ 8യുടെ ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി cos 8t ടൈംസ് a. സോ ദ ആൻസർ ബിക്കംസ് a ഇൻറ്റു 8t ഈസ് ആക്ച്വലി a സ്ക്വയർ ടി. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് a സ്ക്വയർ ടി സൈൻ 8t. ഇത് a cos 8tയും a cos 8tയും. സോ വിച്ച് ഈസ് 2a cos 8t. നൗ ഈ ടി സൈൻ 8t എന്ന് പറയുന്നത് എഫ് ഓഫ് ടി തന്നെയാണ്. ടി സൈൻ 8tക്ക് പകരം എഫ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് എ സ്ക്വയർ എഫ് ഓഫ് ടി പ്ലസ് 2a cos 8t. So f double dash of t is actually
പോസിറ്റീവ് ടേം ആദ്യം എഴുതുന്നു. 2a cos at minus a square f of t. Now this is the reason why we use derivative of a function to find the derivative Laplace transform of this function. നമുക്ക് നാച്ചുറലി നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഡെറിവേറ്റീവ് എടുത്തു. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, ഈ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് എഫ് ഓഫ് ടിയുടെ ടേംസിലാകുന്നത് കൊണ്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് യൂസ് ചെയ്തുകൊണ്ട് ഇത് ചെയ്തത്. ഓക്കെ, നൗ വി ഹാവ് ദ റിസൾട്ട്സ്. നൗ എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഡെറിവേറ്റീവിൻ്റെ റിസൾട്ട് വെച്ചിട്ട് എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ L of f of t minus s f of 0 minus f dash of 0. This is the result. F double dash of t ki bajay substitute ചെയ്യുമ്പോൾ, so L of 2a cos at minus a square f of t is equal to s square L of t sine at minus s into f of 0 is 0 and f dash of 0 already found out that 0. Okay, so ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ L of 2a cos at minus L of a square f of t is equal to s square L of t sine at. Okay. Now, ഇവിടെ 2a കോൺസ്റ്റന്റ് ആണ്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് അതും വെളിയിലെടുക്കാം. ഇവിടുത്തെ എ സ്ക്വയറും വെളിയിലെടുക്കാം. സോ ദ ആൻസർ ഈസ് ആക്ച്വലി 2a ഇൻറ്റു എൽ ഓഫ് cos at minus a square L of f of t. ഇവിടെ t sin at ക്ക് L of f of t എന്ന് കൊടുത്താലും കുഴപ്പമില്ല. is equal to s square L of f of t. ഈ L of f of t യുടെ ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക. സോ 2a L of cos at is equal to, ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന്. നൗ എൽ ഓഫ് കോസ് എ ടി നമുക്കറിയാം ഈസ് ആക്ച്വലി എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2a ഇൻറ്റു എസ് divided by s square plus a square is equal to s square plus a square into L of f of t. L of f of t ഇതിൽ നിന്ന്, so L of f of t is equal to, ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 2as divided by s square plus a square the whole square. ഇവിടെ s square plus a square ഉണ്ട്, ഇവിടെ s square plus a square. So this is the answer. That is L of t sine at is actually 2as divided by s square plus a square the whole square. Okay. So നമ്മൾ ഡെറിവേറ്റീവ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് L of t sine at നമ്മൾ കണ്ടുപിടിച്ചു. This is one of the primary use of this Laplace transform. Okay.